യെസ്. ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതിലൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് യുപിഎല്ലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ യുപിഎൽ ലിമിറ്റഡിന് സാധിച്ചിട്ടുണ്ട്. 541 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. UBL in the case, long-term trend is very much bullish, but short-term trend bearish ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ 1775 രൂപയില് മേജർ സപ്പോർട്ട് ലെവൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിൽ തിരിച്ച് നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 1870 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്കാണ്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.15% ഇടിവാണ് ഓഹരിയിൽ കാണാൻ സാധിച്ചത്. 33 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. So South Indian Bank in the long and short term trend is very much bullish. കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ 35 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു അല്പം നെഗറ്റിവിറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ കറക്ഷൻ നടക്കുന്ന സമയത്ത് സ്റ്റോക്കിൽ നമുക്ക് ഒരു 31-32 റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ഫ്രഷ് ലോങ് പൊസിഷൻ. സ്റ്റോക്കിൽ ശക്തമായിട്ട് വീണ്ടും ഒരു മൊമെന്റം കാണണമെങ്കിൽ 35 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. അപ്പം ബെന്നി എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഏഷ്യൻ മോട്ടോഴ്സുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1.5% നേട്ടമാണ് ഈ ഓഹരി പ്രകടമാക്കിയത്. 3666 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ നവംബർ മാസത്തിൽ 4165 രൂപ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കണ്ടുവരുന്നത്. സോ സ്റ്റോക്ക് ഇപ്പോൾ 3600 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് 3550 3600 വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ ഐഷ മോട്ടോഴ്സിന്റെ കേസിൽ. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 3520 3550 അതൊരു സപ്പോർട്ട് ലെവലായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. ആൻഡ് അടുത്ത മേജർ റെസിസ്റ്റൻസ് സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 3940 രൂപയിലായിരിക്കും. അപ്പം അമൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റെയിൽടെലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1.83% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. 429 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. റെയിൽടെൽ കഴിഞ്ഞ ഒരു 5-6 സെഷൻസ് ആയിട്ട് ഒത്തിരി ഹൈ വോളറ്റിലിറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം റെക്കോർഡ് ഓൾ ടൈം ഹൈ 460 രൂപ വരെ എത്തിയിരുന്നു. പുതിയ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 390 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം മറ്റു ചില പ്രേക്ഷകർ RVNL ഉള്ള സാറിന്റെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ റെയിൽ സ്റ്റോക്കുകളുള്ള സാറിന്റെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. RVNL, റെയിൽടെൽ, ഇർകോൺ, IRCTC മുതലായ സ്റ്റോക്കിലൊക്കെ കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായിട്ട് നമ്മൾ ഹൈ വോളറ്റിലിറ്റി കാണുന്നുണ്ട്. സോ ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കയ്യിൽ ലോങ് പൊസിഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. RVNLന്റെ സ്പെസിഫിക് കേസിൽ 279 രൂപയായിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വെൽസ്പൺ ലിവിംഗ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 9% ഒരു മുന്നേറ്റത്തിൽ 150 രൂപ 40 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. സോ വെൽസ്പൺ ലിവിംഗിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബുള്ളിഷ്. ബട്ട് നവംബർ മാസത്തിൽ അറൌണ്ട് 170 രൂപ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷന് കാണാൻ സാധിക്കുന്നത്. നവംബർ മാസത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസ് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 130 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം കുറേയധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന NHPC ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 4% ഒരു മുന്നേറ്റത്തിൽ 87 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നല്ല ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോഴേക്കും ഒത്തിരി പബ്ലിക് സെക്ടർ സ്റ്റോക്സിൽ നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും കാണാൻ സാധിച്ചിരുന്നു.
ആൻഡ് അതിനെ തുടർന്നായിരുന്നു നമുക്ക് NHPCയിലും അതിന്റെ കൂടെ തന്നെ SJVNലും ഒത്തിരി ബൈങ് കാണാൻ സാധിച്ചത്. സോ ഈ രണ്ട് സ്റ്റോക്സിലും കറന്റ് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ രണ്ട് സ്റ്റോക്സിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ITCയിലുള്ള സാറിന്റെ വ്യൂ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ITC റിസൾട്ടുകൾ റിലീസ് ചെയ്തപ്പോൾ 6% വർധനവ് അറ്റാദായത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കമ്പനി ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓഹരി ഒന്നിന് ₹6.25 റേഞ്ചിലാണ് ഇപ്പോൾ ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ITCയിലുള്ള ഇനി മുന്നോട്ടേക്ക് എടുക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? Fortunately, ITCയുടെ റിസൾട്ട്സ് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ. ആൻഡ് ഈ ഒരു ഡിസപ്പോയിന്റിംഗ് റിസൾട്ടിനെ തുടർന്ന് ഇന്നലെ നമുക്ക് സ്റ്റോക്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ ഇടയായി. സോ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ₹445 സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ക്ലോസ് ഓൾ യുവർ ലോങ് പൊസിഷൻ. പുതിയൊരു ലോങ് പൊസിഷൻ, പുതിയൊരു ബുള്ളിഷ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് ₹470 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചത് IFCI ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 10% ഒരു മുന്നേറ്റത്തിൽ ₹59 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതും ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. IFCI പ്രിയ പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് കഴിഞ്ഞ ഒരു 10 സെഷൻസിനിടെ സ്റ്റോക്ക് വലിയൊരു നേട്ടമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ₹30 നിന്നും ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു ₹60 ₹58 അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുക. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൺടെക് റിയാലിറ്റിയിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 2% മുന്നേറാൻ വേണ്ടി ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ₹456 എന്നുള്ള റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡിസംബർ മാസത്തിന് ശേഷം 420, 480 ഈ ഒരു റേഞ്ചിലെ കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ലെവലായിട്ട് ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ₹480 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അശോക് ലെയ്ലാൻഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. അശോക് ലെയ്ലാൻഡ് കറന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് വളരെ മികച്ച ഒരു സപ്പോർട്ട് ₹165 കാണുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ₹178 റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ₹178 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. ധാരാളം ക്വരീസ് ചോദിക്കുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മസഗോൺ ഡോക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്റ്റോക്കിന്റെ ഒരു പ്രോബ്ലം കാണുന്നത് ₹2,500 ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ₹2,500 നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലും എത്തുന്നതായിട്ട് കണ്ടിരുന്നു. ആൻഡ് കഴിഞ്ഞ ഈ ജനുവരി മാസത്തിലും തുടക്കത്തിൽ തന്നെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചേർന്നിരുന്നു. സോ ഈ മാസഗോൺ ഡോക്കിന് ₹2,500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ₹2,150 സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയൊരു ബുള്ളിഷ് ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ₹2,500 റെസിസ്റ്റൻസ് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. എന്തായാലും നമുക്ക് പ്രോഗ്രാം ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ധാരാളം ക്വരീസ് ചോദിക്കുന്നുണ്ട്. അതിലൊരു അവസാനമായിട്ട് സാറിനെ ഫ്രീ ആക്കുന്നതിന് മുൻപ് ഇൻഫിബീമും കൂടി അതിന്റെ കൂടെ വ്യൂ ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 20% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൻഫിബീമിന് സാധിച്ചിരുന്നു. സോ ഇൻഫിബീം വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ആൻഡ് ഇൻഫിബീം ഇന്നലത്തെ ട്രേഡിംഗിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെക്കോർഡല്ല, ഒരു 52 വീക്ക് ഹൈ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് പുതിയ ലോങ് പൊസിഷൻ ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നു.